സഹകരണ മേഖല പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലത്തും കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിനെ ജനങ്ങൾ വിശ്വാസ്യതയുടെ പര്യായമായി ചേർത്തുപിടിക്കാൻ പ്രധാന കാരണം ശ്രീ ജോയി വെട്ടിക്കുഴിയുടെ നേതൃപാടവവും ഭരണ മികവുമാണ്. ശ്രീ കെ ജെ മാത്യു കുളക്കാട്ടുവയലിന്റെ അകാല നിര്യാണത്തെ തുടർന്ന് 1985 മാർച്ച് 13 ശ്രീ ജോയി വെട്ടിക്കുഴി കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. സാമ്പത്തികമായി ഏറെ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന കാലം. എന്നാൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിന്റെ വിശ്രമരഹിതവും അഴിമതി വിമുക്തവുമായ പ്രവർത്തനങ്ങളിലൂടെ ഈ സഹകരണ സ്ഥാപനത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച സഹകരണ ബാങ്കാക്കി മാറ്റാൻ ശ്രീ ജോയി വെട്ടിക്കുഴിക്ക് കഴിഞ്ഞു. ബാങ്ക് അംഗങ്ങൾ, ജീവനക്കാർ, മറ്റു പൊതുജനങ്ങൾ എല്ലാവരെയും ഒറ്റക്കെട്ടായി ചേർത്തു നിർത്താനും ബാങ്കിന്റെ ഉന്നമനത്തിനായി ഇവരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും അദ്ദേഹം കാണിക്കുന്ന സ്നേഹവും ജാഗ്രതയും വിസ്മരിക്കാവുന്നതല്ല. 1955 വിവിധോദ്ദേശ സഹകരണ സംഘമായി ആരംഭിച്ച ചെറിയ പ്രസ്ഥാനമായിരുന്നു കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക്. സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം കുടിയേറ്റ കർഷകരുടെ കുടുംബങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ആധുനിക ധനകാര്യ കാർഷിക വികസന പ്രസ്ഥാനമായി മാറാൻ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിനെ സഹായിച്ചത്. കട്ടപ്പനയുടെ വളർച്ചയിലും പുരോഗതിയിലും നിർണായക സംഭാവനയാണ് ബാങ്ക് നൽകിയിട്ടുള്ളത്. ഇന്ന് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച 7 ശാഖകളും ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. കട്ടപ്പന മെയിൻ ബ്രാഞ്ചിന് പുറമെ കട്ടപ്പന പ്രഭാത സായാഹ്ന ശാഖ, പുളിയന്മല, വെള്ളയാംകുടി, വള്ളക്കടവ് ടൗൺ ശാഖ, നിർമ്മല സിറ്റി ശാഖ എന്നിവയും പ്രവർത്തിക്കുന്നു. ഹെഡ് ഓഫീസും 7 ശാഖകളും കോർ ബാങ്കിംഗ് സൗകര്യത്തിലൂടെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഞായറാഴ്ച ഉൾപ്പെടെ ആഴ്ചയിൽ എല്ലാ ദിവസവും ബാങ്കിംഗ് സൗകര്യം ലഭ്യമാണ്. ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളായ RTGS, NEFT, ഫോറിൻ മണി ട്രാൻസ്ഫർ, മൊബൈൽ ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇടപാടുകാർക്ക് നൽകി വരുന്നു. ഏകദേശം 1800 കോടി ടേൺ ഓവറുള്ള സ്ഥാപനമായി ബാങ്കിന് വളരാൻ കഴിഞ്ഞത് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ശ്രീ ജോയി വെട്ടിക്കുഴി നൽകുന്ന നേതൃത്വം കൊണ്ടാണ്. കർഷകർക്ക് വളവും കീടനാശിനിയും ന്യായവിലയ്ക്കും സമയോചിതമായും നൽകുന്നതിന് ആരംഭകാലം മുതൽ വ്യാപാരം ആരംഭിച്ചിരുന്നു. വളം, കീടനാശിനികളുടെ വിലനിലവാരം പിടിച്ചു നിർത്താൻ ഡിപ്പോ നിർണായക പങ്കാണ് വഹിക്കുന്നത്. കർഷകരുടെ കൃഷികാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള സഹകരണ വകുപ്പിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച കർഷക സേവന കേന്ദ്രം ബാങ്കിന്റെ പുതിയ മേഖലയിലേക്കുള്ള കാൽവയ്പായി മാറി. വിഷരഹിത പച്ചക്കറി ഉൽപാദനത്തിന് ഹൈടെക് ഫാമിംഗ് സമ്പ്രദായം ബാങ്ക് തന്നെ പരീക്ഷിച്ച് കൃഷിക്കാരെ പരിചയപ്പെടുത്തി. സഹകരണ രംഗത്ത് ടിഷ്യൂ കൾച്ചർ ലാബിലൂടെ അത്യുൽപാദന ശേഷിയുള്ള വാഴവിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിപ്ലവകരമായ നേട്ടമാണ്. ഫ്ലോറികൾച്ചർ മേഖലയിലേക്ക് കൂടി ഇടപെടുന്നതിന് ലാബിന്റെ സഹായത്തോടെ പൂച്ചെടികളുടെ തൈ ഉൽപാദനവും ആരംഭിച്ചു. ബാങ്ക് വികസിപ്പിച്ചെടുക്കുന്ന പൂച്ചെടികളുടെ തൈ വിൽക്കുന്നതിന് ടൗണിനോട് ചേർന്ന് 1 ഏക്കർ സ്ഥലത്ത് നഴ്സറിയും ആരംഭിച്ചു. ബാങ്കും കൃഷിക്കാരും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കായി ബാങ്കിന്റെ സ്വന്തം കെട്ടിടത്തിൽ തന്നെ ആധുനിക ശീതീകരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇക്കോ ഷോപ്പ് നടത്തിവരുന്നു. ജൈവ പച്ചക്കറികൾക്ക് ന്യായവില ഉറപ്പാക്കുക, വിപണന രംഗത്തെ ചൂഷണം ഒഴിവാക്കുക, ന്യായവിലയ്ക്ക് പച്ചക്കറികൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇക്കോ ഷോപ്പ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം നടത്തുന്ന ഏക വ്യാപാര സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. ക്യാൻസർ, പക്ഷാഘാതം, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ മൂലം ദുരിതമനുഭവിക്കുന്ന അംഗങ്ങൾക്ക് 10,000 രൂപ വരെ ചികിത്സാ ധനസഹായം നൽകി വരുന്നു. കൂടാതെ ഇടുക്കി താലൂക്ക് ആശുപത്രിയുമായി ചേർന്ന് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി ഒരു ആൾട്ടോ K10 വാഹനം വാങ്ങി നൽകുകയും ചെയ്തു. 125 പേർക്ക് ഇരിക്കാവുന്ന ബാങ്ക് വക മിനി ഓഡിറ്റോറിയം ആധുനിക സൗകര്യങ്ങളോടുകൂടി എയർ കണ്ടീഷൻ ചെയ്ത് വാടകയ്ക്ക് നൽകി വരുന്നു. ജനങ്ങൾക്ക് മെച്ചമായ വ്യാപാര അനുഭവം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഹൈഫ്രഷ് എന്ന പേരിൽ ഒരു ഹൈപ്പർ മാർക്കറ്റും ആരംഭിച്ചു കഴിഞ്ഞു. 3 നിലകളിലായി 11,500 ചതുരശ്രയടി ഷോപ്പിംഗ് ഏരിയ, പാർക്കിംഗ്, പായ്ക്കിംഗ്, ഓഫീസ് എന്നീ സൗകര്യങ്ങളോടെയാണ് ഈ സംരംഭം നടത്തുന്നത്. ജനങ്ങൾക്ക് കുടുംബമായി വന്ന് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് മികച്ച നിലവാരത്തിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് ശ്രീ ജോയി വെട്ടിക്കുഴിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് ന്യായവിലയിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നു. കട്ടപ്പന അമ്പലക്കവലയിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മില്ലിൽ ഉൽപ്പാദിപ്പിക്കുന്ന 10 ഇനം ധാന്യപ്പൊടികൾ ജനങ്ങൾക്ക് ഉന്നത ഗുണനിലവാരത്തിലും ന്യായവിലയിലും ബാങ്കിന്റെ ഹൈപ്പർ മാർക്കറ്റിലൂടെയും ഇടുക്കി ജില്ലയിലാകമാനവും വിതരണം നടത്തിവരുന്നു.
7 പതിറ്റാണ്ടായി കട്ടപ്പനയിൽ പ്രവർത്തിച്ചു വരുന്ന കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഇടുക്കി ജില്ലയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു. 2015-16 ജില്ലാ ബാങ്കിന്റെ VT സെബാസ്റ്റ്യൻ XMLA അവാർഡും 2020-21 വർഷങ്ങളിൽ കേരള ബാങ്ക് എക്സലൻസ് അവാർഡും കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് 2019-20 വർഷത്തെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സംസ്ഥാനതല കർഷക ഹരിതകീർത്തി അവാർഡും ലഭിച്ചു. കൂടാതെ നിരവധി കമ്പനികളുടെ ബെസ്റ്റ് ഡീലർഷിപ്പ് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് 4 പതിറ്റാണ്ട് എന്നത് ചെറിയ കാലയളവല്ല. കാർഷിക ഗ്രാമീണ മേഖലയായിരുന്ന കട്ടപ്പന ഇന്ന് നഗരമായി വളർന്നു കഴിഞ്ഞു. വ്യാപാര മേഖലയിലും ടൂറിസം മേഖലയിലുമെല്ലാം കട്ടപ്പനയുടെ വളർച്ച അതിവേഗമായിരുന്നു. കോവിഡും പ്രളയവുമെല്ലാം വലിയ തിരിച്ചടികൾ സമ്മാനിച്ചപ്പോഴും നാം അതിനെയെല്ലാം അതിജീവിച്ചു. കട്ടപ്പനയുടെ ഏതു വളർച്ചയിലും വിസ്മരിക്കാനാവാത്ത കയ്യൊപ്പ് പതിപ്പിക്കാൻ സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. 4 പതിറ്റാണ്ടായി ബാങ്കിനെ നയിക്കുന്ന ശ്രീ ജോയി വെട്ടിക്കുഴിയുടെ ദീർഘവീക്ഷണം കട്ടപ്പനയുടെ വികസന നാൾവഴികളിലും കാണാം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ നിന്ന് ജനോപകാരപ്രദമായ നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ബാങ്കിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെയും കളങ്കമില്ലാത്ത പൊതുപ്രവർത്തനത്തിന്റെയും മികവ് കൊണ്ട് തന്നെയാണ്. 4 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കൂടുതൽ കരുത്തോടെ ഊർജ്ജസ്വലനായി ഈ സഹകരണ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട ജോയി സാറിന് ഭരണസമിതിയുടെ, ജീവനക്കാരുടെ, പൊതുസമൂഹത്തിന്റെ സ്നേഹാദരവ്.